ഞാനും എൻ്റെ കമ്മിറ്റിയും റിസൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പേഴ്സണലി ശ്വേത മേനൻ എന്ന അമ്മ എന്ന മെമ്പർഷിപ്പ് ഞാൻ ഇവിടെ റിസൈൻ ചെയ്യാണ്. ഐ ഹാവ് കം ഔട്ട് ഓഫ് അമ്മ ഓർഗനൈസേഷൻ. താരസംഘടനയായ അമ്മയിൽ പൊട്ടിത്തെറി. ശ്വേത മേനോൻ അധ്യക്ഷയായ ഭരണസമിതി കൂട്ടത്തോടെ രാജിവെച്ചു. പ്രാഥമിക അംഗത്വം രാജിവെച്ച് ശ്വേത മേനോനും ലക്ഷ്മിപ്രിയയും. രാജിപ്രഖ്യാപനം അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള നീക്കത്തിനിടെ അമ്മയുടെ തലപ്പത്തേക്ക് താൽക്കാലിക ഭരണസമിതി വരും. ശ്വേത മേനോന്റെ രാജി ബാബുരാജ് അടക്കമുള്ളവർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആരോപണ വിധേയരായ ഒരു കൂട്ടം ഗൂഢാലോചന നടത്തി തന്നെ പുറത്താക്കാൻ ശ്രമിച്ചു. ബാബുരാജിന്റെ കാലത്തെ കണക്കുകൾ കൃത്യമല്ല, ആരുടെയും പാവയാകാൻ താനില്ലെന്നും ശ്വേത. ഇതിൽ പാവകളായില്ലെങ്കിൽ ആ സ്ഥാപനം ഓടിക്കാൻ പറ്റില്ല. പാവ ആവാൻ ഞാൻ റെഡിയല്ല. അമ്മയുടെ തലപ്പത്തിന് രമേശ് പിഷാരടി നയിക്കുന്ന താൽക്കാലിക ഭരണസമിതി. അഡ്ഹോക് കമ്മിറ്റിയുടെ കാലയളവ് 4 മാസം. പുതിയ തിരഞ്ഞെടുപ്പ് വരെ അഡ്ഹോക് കമ്മിറ്റി തുടരുമെന്ന് ബാബുരാജ്. അമ്മയിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ സർക്കാർ ഇടപെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി PC വിഷ്ണുദാസ്. ശ്വേത മേനോൻ ഉയർത്തിയ ആരോപണങ്ങളെല്ലാം തള്ളി ബാബുരാജ്. എന്തു പറഞ്ഞാലും സ്ത്രീ എന്ന കാർഡ് ഇറക്കുന്നുവെന്ന ആരോപണം. ശ്വേത പൊട്ടിത്തെറിച്ചത് 67 ലക്ഷത്തിന്റെ കണക്ക് ചോദിച്ചപ്പോൾ ജനറൽ ബോഡി വിളിച്ചത് നടപടിക്രമം പാലിക്കാതെയെന്നും ബാബുരാജ്. പഴയ ഭരണസമിതി തുടരേണ്ടിയിരുന്നുവെന്ന് അനൂപ് ചന്ദ്രൻ. അമ്മ ജനറൽ ബോഡിയിലെ തർക്കത്തിനിടെ വൈകാരിക പ്രസംഗവുമായി മോഹൻലാൽ. സംഘടനയെ തകർക്കാൻ ആർക്കും കഴിയില്ലെന്ന് ലാൽ. തെറ്റായ കണക്കുകളുള്ള റിപ്പോർട്ട് പാസാക്കാൻ പറ്റില്ലെന്ന് സിദ്ദിഖ്, ബാബുരാജ്, ഇടവേള ബാബു തുടങ്ങിയ താരങ്ങൾ. സംഘടന പൊതുസമൂഹത്തിൽ ചീഞ്ഞളിഞ്ഞു നിൽക്കുകയാണെന്ന് നടി യമുന റാണി. KPCC അധ്യക്ഷ സ്ഥാനത്തിനു വേണ്ടി കോൺഗ്രസ് പിടിവലി രൂക്ഷം. കരുനീക്കവുമായി കൊടിക്കുന്നിൽ സുരേഷും ആന്റണിയും ഷാഫി പറമ്പിലും. അവകാശവാദം പരസ്യമായി ഉന്നയിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ. പ്രവർത്തന പാരമ്പര്യം പരിഗണിച്ചാൽ തനിക്ക് മുൻതൂക്കമെന്ന അവകാശവാദം. ഇന്ന് പരിഗണിക്കപ്പെടുന്നവരിൽ യോഗ്യത മാനദണ്ഡമാക്കിയാൽ എന്നെ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ കഴിയുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഒരവസരം തരണം. ഹൈക്കമാൻഡ് പറഞ്ഞാൽ അപ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിയുമെന്ന് സണ്ണി ജോസഫ്. 2 പദവി പറ്റില്ലെന്ന് താൻ തന്നെ നേതൃത്വത്തെ അറിയിച്ചു. രണ്ട് ചുമതലയും വഹിച്ചു പോകാനുള്ള എൻ്റെ പ്രയാസം തന്നെ ഞാൻ തക്ക സമയത്ത് നേതൃത്വത്തെയും KPCCയുടെ യോഗത്തിലും അറിയിച്ചിട്ടുണ്ട്. ഐ ആം റെഡി ടു ക്വിറ്റ് അറ്റ് എനി ടൈം. കോഴിക്കോടും കോട്ടയത്തും തൃശൂരിലും തനിക്കെതിരെ ഉയർന്ന ഫ്ലെക്സ് ആര് വെച്ചതെന്ന് അറിയില്ലെന്നും സണ്ണി. ഫ്ലെക്സിലുള്ളത് മുഴുവൻ സമയ പ്രസിഡന്റ് വേണമെന്ന ആവശ്യം. അദാനി പവർ സൊല്യൂഷൻസ് ഉൾപ്പെട്ട KSEB ടെൻഡറിംഗിൽ ദുരൂഹ തിടുക്കം എന്ന ന്യൂസ് മലയാളം വാർത്തയിൽ വിശദീകരണവുമായി ബോർഡ്. ടെൻഡർ നടപടിക്രമങ്ങൾ പാലിച്ച് എല്ലാ ബിഡർമാർക്കും തുല്യ പരിഗണന. അദാനി ഗ്രൂപ്പ് ബിഡർമാരിൽ ഒരു കമ്പനി മാത്രമെന്നും KSEB. സ്മാർട്ട് മീറ്റർ കരാറിന്റെ ഒരു ഫയലും തന്റെ മുന്നിൽ വന്നിട്ടില്ലെന്ന് വൈദ്യുതി മന്ത്രി. അതിലെന്തെങ്കിലും ചട്ടവിരുദ്ധമായിട്ടോ നിയമവിരുദ്ധമായിട്ട് നടപടികൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അതിലെന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് UGയുടെ പുനഃപരീക്ഷ പൂർത്തിയായി. പരീക്ഷ എഴുതിയത് 23 ലക്ഷം കുട്ടികൾ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഡൽഹിയിലെ രാപ്പകൽ സമരം തുടരുന്നു. NTA-യിൽ വിശ്വാസമുണ്ടെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ. ഗൂഢലക്ഷ്യത്തോടെ വിദ്യാർത്ഥികളുടെ ഭാവി നശിപ്പിക്കരുതെന്നും സമരക്കാർക്ക് വിമർശനം. ഓൺലൈൻ ഭക്ഷണ ഡെലിവറിക്കാർക്ക് മുന്നറിയിപ്പുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഡെലിവറിയുടെ മറവിൽ ലഹരി വിതരണം ചെയ്താൽ കർശന നടപടി. ആംബുലൻസുകൾ വഴിയും ലഹരിക്കടത്ത് നടത്തുന്നതായി പരാതി. ആംബുലൻസുകളും പരിശോധിക്കുമെന്നും രമേശ് ചെന്നിത്തല. കരിപ്പൂരിൽ പോലീസിന്റെ വൻ സ്വർണ്ണവേട്ട. പിടിച്ചത് 1 കിലോ സ്വർണ്ണ മിശ്രിതം. സ്വർണം റാസൽ ഖൈമയിൽ നിന്ന് കൊണ്ടുവന്നത് കണ്ണൂർ സ്വദേശി തസ്ലീം. പോലീസിന്റെ വലയിലായത് കസ്റ്റംസ് പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയപ്പോൾ തസ്ലീമിനെ തട്ടിക്കൊണ്ടുപോകാനെത്തിയ 2 പേർ പിടി.
CMRL എക്സാലോജി കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പിണറായി വിജയയുടെ മകൾ വീണയ്ക്ക് വീണ്ടും നോട്ടീസ്. ഈ മാസം 29-ന് കൊച്ചി ഓഫീസിലെത്താൻ നിർദ്ദേശം. രണ്ടാം ഘട്ട ചോദ്യം ചെയ്യൽ HDFC ബാങ്കിലെ ലോക്കർ തുറന്ന് പരിശോധിച്ചതിന് പിന്നാലെ SFIO രേഖകളും ഉടൻ കിട്ടുമെന്ന് EDയുടെ പ്രതീക്ഷ. തമിഴ്നാട്ടിൽ അമോണിയം വാതക ചോർച്ചയിൽ 7 മരണം, 60ഓളം പേർ ചികിത്സയിൽ. 9 പേരുടെ നില ഗുരുതരം. അപകടമുണ്ടായത് തിരുവള്ളൂരിലെ പെരിയപാളയം സീ ഫുഡ് സംസ്കരണശാലയിൽ. പെരിയപാളയം പോലീസ് കേസെടുത്തു. അയോധ്യ രാമക്ഷേത്രത്തിൽ സംഭാവനയായി ലഭിച്ച 60 കിലോ വെള്ളിക്കെട്ടുകൾ കാണാനില്ലെന്ന് റിപ്പോർട്ട്. അപ്രത്യക്ഷമായത് പ്രാണപ്രതിഷ്ഠാ സമയം ജുവലേഴ്സ് അസോസിയേഷൻ നൽകിയ വെള്ളി. ക്ഷേത്രത്തിലെ ചടങ്ങുകളിൽ പിന്നീട് വെള്ളിക്കട്ടികൾ കണ്ടിട്ടില്ലെന്ന് അസോസിയേഷൻ. 4 പൂജാരിമാരെ ചോദ്യം ചെയ്ത അന്വേഷണ സംഘം. കണ്ണൂർ വാണിയപ്പാറ പള്ളി സെമിത്തേരിയിൽ കണ്ടെത്തിയ മൃതദേഹം കാണാതായ കോഴിക്കോട് സ്വദേശിയുടേതെന്ന് സംശയിച്ച ബന്ധുക്കൾ. വിലങ്ങാട് സ്വദേശി സിജോസ് കറിയെ കാണാതായത് 7 വർഷം മുൻപ്. സിജോ വാണിയപ്പാറയിലെ ഭാര്യ വീട്ടിലെത്തിയത് 2015-ൽ. DNA പരിശോധന വേണമെന്ന് കുടുംബം. പതിനേഴുകാരന് മർദ്ദനമേറ്റ വൃദ്ധസദനത്തിന്റെ ഉടമയുടെ പത്തനംതിട്ടയിലെ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് BJP പ്രതിഷേധം. ഓമല്ലൂരിലെ എലോഹിം കേന്ദ്രത്തിലേക്കുള്ള മാർച്ചിനിടെ നേരിയ സംഘർഷം. പ്രാർത്ഥന തടയാൻ ശ്രമിച്ച BJP പ്രവർത്തകർ പ്രതിരോധിച്ച് വിശ്വാസികൾ. പ്രതികളെ സംരക്ഷിക്കില്ലെന്നും വ്യാജ പ്രചരണം നടക്കുന്നുവെന്നും പാസ്റ്റർ ബിനു വാഴമുട്ടം. കുട്ടികൾക്ക് ക്രൂരമർദ്ദനമേറ്റ പത്തനംതിട്ട എലോഹിം സ്നേഹത്തണലിന്റെ അംഗീകാരം റദ്ദാക്കുമെന്ന് സാമൂഹ്യനീതി വകുപ്പ്. വൃദ്ധസദനത്തിൽ ശാരീരിക പീഡനം നടന്നെന്ന് ശരിവെച്ച് ജില്ലാ ഓഫീസറുടെ റിപ്പോർട്ട്. ഓർഫനേജ് കൺട്രോൾ ബോർഡ് യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത്. പ്രായമായവർക്ക് ഭക്ഷണം പോലും കൃത്യമായി നൽകുന്നില്ലെന്നും കണ്ടെത്തൽ. കൊച്ചി കേന്ദ്രീകരിച്ചുള്ള അവയവക്കടത്തിൽ നിന്നും ആശുപത്രികളിൽ നിന്നും സുപ്രധാന വിവരങ്ങൾ ലഭിച്ചെന്ന് ED. പിടിച്ചെടുത്തത് നിയമവിരുദ്ധ അവയവ കൈമാറ്റത്തിന്റെ രേഖകൾ. അവയവം ദാനം ചെയ്തവർക്ക് നൽകിയത് 15 ലക്ഷം രൂപ വരെ. സ്വീകർത്താക്കളിൽ നിന്ന് 35 ലക്ഷം വരെ വാങ്ങി. ഇടനിലക്കാരുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചെന്നും ED. UDF ഭരിക്കുന്ന പാലക്കാട് തച്ചമ്പാറ പഞ്ചായത്തിൽ വൻ സാമ്പത്തിക തിരിമറി. ഈ ഗ്രാമസ്വരാജ് വഴി പഞ്ചായത്ത് നടത്തിയ പണമിടപാടിൽ നടന്നത് 13 ലക്ഷം രൂപയുടെ ക്രമക്കേട്. ടെക്നിക്കൽ അസിസ്റ്റന്റ് ദിവ്യ അടക്കം 3 പേർ അറസ്റ്റിൽ. 2 താൽക്കാലിക ജീവനക്കാർക്ക് സസ്പെൻഷൻ. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് DYFI. വീണ്ടും ജീവനെടുത്ത അമീബിക് മസ്തിഷ്ക ജ്വരം. മരിച്ചത് കൊല്ലം കുളത്തൂപ്പുഴ സ്വദേശിനി ചന്ദ്രിക. മരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ. പകർച്ചവ്യാധി പ്രതിരോധത്തിൽ സ്വകാര്യ ഡോക്ടർമാരെയും പങ്കാളികളാക്കാൻ ആരോഗ്യ വകുപ്പ് ഹൈ പവർ കമ്മിറ്റി. എല്ലാ ആഴ്ചയും 3 ദിവസം ഡ്രൈ ഡേ ആചരിക്കുമെന്ന് ആരോഗ്യമന്ത്രി. ലൈംഗികാതിക്രമ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ തെളിവ് ഉണ്ടെന്ന് കുറ്റപത്രം. സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും രഞ്ജിത്തിനെതിരെ. കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതി. ഫോർട്ട് കൊച്ചിയിലെ ലൊക്കേഷനിൽ വെച്ച് രഞ്ജിത്ത് നടിയോട് അപമര്യാദയായി പെരുമാറിയെന്ന് കേസ്. കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് DYFI നേതാവ് ജിതിൻ ഭാസ്കറാണെന്ന് SIT കണ്ടെത്തൽ. കാർഡ് ജിതിൻ ഉണ്ടാക്കിയത് സ്വന്തം ഫോണിൽ. 2019 മുതൽ ജിതിൻ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ അക്കൗണ്ടുകൾ ഉപയോഗിച്ചു. കാർഡ് ഉണ്ടാക്കുന്നതിൽ ജിതിൻ വിദഗ്ധനെന്നും പോലീസ്. കാർഡ് പ്രചരിപ്പിച്ചവരെ പ്രതി ചേർക്കുന്നതിൽ തീരുമാനം പിന്നീട്. PM ശ്രീ നടപ്പാക്കാനുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിൽ ഇടഞ്ഞ മുസ്ലിം ലീഗ്. അണികളെ പോലും നിലപാട് ബോധ്യപ്പെടുത്താൻ പറ്റാത്ത പ്രതിസന്ധിയെന്ന് ലീഗ് നേതൃത്വം. പ്രതിപക്ഷത്തുള്ളപ്പോൾ പറഞ്ഞ വാക്ക് പാലിക്കപ്പെടുന്നില്ലെന്നും വിമർശനം. കോൺഗ്രസ് അടിയന്തരമായി വ്യക്തത വരുത്തണമെന്നാവശ്യം. മുല്ലപ്പെരിയാർ വിദഗ്ധ സമിതിയിലെ കേരള പ്രതിനിധി ഏകപക്ഷീയമായി നീക്കി കേന്ദ്രം. സംസ്ഥാനം നിർദ്ദേശിച്ച TK ശിവരാജന് പകരം ഉത്തർപ്രദേശ് സ്വദേശി സമിതിയിൽ. വ്യക്തിപരമായ കാരണങ്ങളാൽ ശിവരാജൻ ലഭ്യമല്ലെന്ന് ഉത്തരവിൽ ന്യായീകരണം. കേരളം പ്രതിഷേധം അറിയിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. തൃശൂരിലെ അനാശാസ്യ കേന്ദ്രത്തിൽ കൊലപാതകം. മരിച്ചത് ഒഡീഷ സ്വദേശി ധൻപതി നായിക്. 4 സ്ത്രീകളടക്കം 6 പേർ പോലീസ് പിടിയിൽ. അനാശാസ്യ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് കോരപ്പത്ത് ലൈനിലെ വാടക വീട്ടിൽ. തർക്കമുണ്ടായത് സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി. അശ്ലീല ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതിൽ യൂട്യൂബർ തൊപ്പി എന്ന നിഹാദിനെതിരെ കേസ്.
സുഹൃത്തുക്കളുടെ നഗ്ന വീഡിയോ പോസ്റ്റ് ചെയ്തെന്ന് എഫ്ഐആർ. IT ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തത് എറണാകുളം റൂറൽ പോലീസ്. സമയക്രമതർക്കത്തിൽ ബസ്സുകൾ പരസ്പരം ഇടിപ്പിക്കുന്ന സംഭവങ്ങൾ തുടർക്കഥ. ഏറ്റവും ഒടുവിലത്തെ ബസ് ഇടിപ്പിക്കൽ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം. 2 യാത്രക്കാർക്ക് നിസ്സാര പരിക്ക്. കോട്ടയത്ത് ഇല്ലിക്കൽ കല്ലിൽ കയറി യുവാക്കളുടെ സാഹസികത. പാറയുടെ മുകളിൽ കയറുന്ന 2 യുവാക്കളുടെ ദൃശ്യങ്ങൾ പുറത്ത്. യുവാക്കളെ താഴെ ഇറക്കിയത് ഏറെ പ്രയാസപ്പെട്ട്. ഒരാഴ്ച മുൻപ് വീണ് യുവാവിന് പരിക്കേറ്റിട്ടും കൈവിട്ട കളികൾ തുടർക്കഥ. അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ച് രാജ്യം. കൊൽക്കത്തയിൽ യോഗ പരിശീലനത്തിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി. യോഗ സംസ്കാരങ്ങളെ സംയോജിപ്പിക്കുന്നതെന്ന് നരേന്ദ്രമോദി. സംസ്ഥാനതല പരിപാടി ഉദ്ഘാടനം ചെയ്ത് കെ മുരളീധരൻ. ലോകത്താകെ യോഗാ ദിനാചരണം നടന്നത് 2500-ലധികം കേന്ദ്രങ്ങളിൽ. കായംകുളം വലിയഴീക്കൽ ഹാർബറിൽ മത്തിച്ചാകര 10 നോട്ടിക്കൽ മൈൽ അകലെ വലയിൽ കയറിയത് 10,000 കിലോയോളം നെയ്മത്തി. കൂട്ടത്തോടെ മത്തി കയറിയതോടെ വല കീറി. ചെറിയ വള്ളമായതിനാൽ പകുതിയോളം മീനിനെ തിരിച്ചു കടലിൽ വിട്ടു. രാജിക്കൊരുങ്ങി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. പ്രഖ്യാപനം തിങ്കളാഴ്ചയെന്ന് സൂചന. ലേബർ പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ രാജിക്ക് കാരണം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ പാർട്ടിയിൽ സ്റ്റാർമറിനെതിരെ വിമർശനം ശക്തം. ഫോട്ടോഷൂട്ടിന്റെ പേരിൽ US പ്രസിഡന്റും ഇറ്റാലിയൻ പ്രധാനമന്ത്രിയും തമ്മിൽ വാക്പോര് രൂക്ഷം. തന്റെ ജനപ്രീതിയിൽ താങ്കൾ ആശങ്കപ്പെടേണ്ട എന്ന് മെലോനി. താങ്കളുടെ ജനപ്രീതിയിൽ ശ്രദ്ധിക്കുമെന്നും പ്രതികരണം. വിവാദത്തിന് തുടക്കം. തന്നോടൊപ്പമുള്ള ഫോട്ടോയ്ക്കായി മെലോനി യാചിച്ചുവെന്ന ട്രംപിന്റെ പരാമർശം. പശ്ചിമേഷ്യൻ സമാധാനത്തിന് അന്തിമ കരാർ തയ്യാറാക്കാനുള്ള ചർച്ച സ്വിറ്റ്സർലാൻഡിൽ തുടങ്ങി. ഇറാനും അമേരിക്കയും കൂടാതെ മധ്യസ്ഥരായ ഖത്തറിന്റെയും പാകിസ്ഥാന്റെയും പ്രതിനിധികൾ ചർച്ചയിൽ. ലെബനനിലെ ഇസ്രയേൽ ആക്രമണം ഉന്നയിക്കാൻ ഇറാൻ. ആണവായുധം നിർമ്മിക്കില്ലെന്ന് രേഖാമൂലം ഉറപ്പു നൽകും. ഐവറി കോസ്റ്റിനെ ഇഞ്ചുറി ടൈമിൽ വീഴ്ത്തി ജർമ്മനി നോക്കൌട്ട് റൗണ്ടിൽ. നോക്കൌട്ട് പ്രവേശനം. 2018 ശേഷം ഇതാദ്യം. ട്യൂണീഷ്യയെ എതിരില്ലാത്ത 4 ഗോളിന് തകർത്ത് ജപ്പാൻ. ലോകകപ്പിലെ ഏഷ്യൻ രാജ്യത്തിന്റെ ഉയർന്ന വിജയം. സ്വീഡനെ തകർത്ത് നെതർലൻഡ്സ്. ഇക്വഡോറിനെ സമനിലയിൽ തളച്ച് ചരിത്രമെഴുതി കുറസാവോ. ഫിഫ ലോകകപ്പ് ആവേശത്തിൽ ബഹിരാകാശവും. ഔദ്യോഗിക പന്ത് ട്രയോണ്ട രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ. ബഹിരാകാശ യാത്രികർ പന്തു തട്ടുന്ന ദൃശ്യങ്ങൾ പങ്കുവച്ച് നാസ. ബഹിരാകാശ പേടകത്തിലെ പന്തിന്റെ ചലനം പഠന വിധേയമാക്കും. വനിതാ 2020 ലോകകപ്പിൽ ജയം തുടരാൻ ഇന്ത്യ. എതിരാളികൾ ശക്തരായ ദക്ഷിണാഫ്രിക്ക. മത്സരം രാത്രി 7-ന് ഓൾഡ് ട്രാഫോർഡിൽ.